ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കൊച്ചി മണ്ഡലത്തിൽ വിമത നീക്കവുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ. വോയിസ് ഓഫ് കൊച്ചി കോൺഗ്രസ് പ്രവർത്തക കൂട്ടായ്മയുടെ പേരിലാണ് നീക്കം. ജില്ലാ നേതൃത്വം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് വിമർശനം. പ്രാദേശിക നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്നും ആരോപണമുണ്ട്. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള വ്യക്തിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ല എന്നുകൂടിയാണ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. സുജോ ദേവസ്യാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സുജോ, എന്താണിപ്പോൾ ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള പരാതിക്ക് പിന്നിൽ ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിനീത, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്ന സമയമാണ്. എന്താണ് ഇതിന്റെ പശ്ചാത്തലമായി കാണേണ്ടത്? കൊച്ചി നിലവിൽ ഇടത് സിറ്റിംഗ് സീറ്റാണ്. അങ്ങനെ വരുമ്പോൾ അത് വേക്കന്റ് ആണ്. ആർക്കും ഒരു ഉറച്ച ക്ലെയിം ഇല്ല. സ്വാഭാവികമായും പലതരത്തിലുള്ള ആഭ്യന്തരമായ പ്രാദേശിക നീക്കങ്ങൾ സജീവമാവുകയും ചെയ്യും. ഈ വിമത നീക്കം നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ജില്ലാ നേതൃത്വം ഏകപക്ഷീയമായി പെരുമാറുന്നു. DCC അധ്യക്ഷനെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ആ വിമർശനം ഉന്നയിക്കുന്നത്. പലർക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. ഉദാഹരണത്തിന് ചുള്ളിക്കൽ ഡിവിഷനിൽ കോർപ്പറേഷനിൽ വലിയ വിജയം കോൺഗ്രസ് നേടിയപ്പോലും ചുള്ളിക്കൽ ഡിവിഷനിൽ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയാണ് ജയിച്ചു വന്നത്. അദ്ദേഹത്തെ പിന്തുണച്ച ആളുകൾ ഉൾപ്പെടെ നിലവിൽ പാർട്ടിക്ക് പുറത്താണ്. അങ്ങനെ അച്ചടക്ക നടപടിയെടുത്ത് പലരെയും പുറത്താക്കുന്നു. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു തീരുമാനങ്ങൾ. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊച്ചി മണ്ഡലത്തിലുള്ള ആളുകളെ മാത്രമേ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചാൽ മതി. അങ്ങനെയല്ലാത്തവരെ കെട്ടിയിറക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ല എന്നാണ് അവരുടെ വിമർശനം. അതായത് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെയും ഡൊമിനിക് പ്രസന്റേഷന്റെയും ഒക്കെ പേരുകളാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ നിലയ്ക്ക് കൂടി അത്രയും കുറെ കൂടി വ്യാപ്തിയുള്ള തലത്തിലേക്ക് ഈ പ്രതിഷേധങ്ങളെ കൊണ്ടുപോകും. അത് ആഭ്യന്തരമായ വലിയ വിമത നീക്കവും പ്രതിഷേധവും ഒക്കെയായി വളരും. അതിനുള്ള അത്തരമൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ തലത്തിൽ ഈ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായാണ് പാർട്ടിക്ക് പുറത്തും അകത്തുമുള്ളവരെല്ലാം ചേർന്ന് ഒരു വിമത യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർത്ത് ഈ നിലയ്ക്കുള്ള നീക്കവുമായി മുന്നോട്ട് പോകും എന്ന മുന്നറിയിപ്പ് പാർട്ടി നേതൃത്വം നൽകുന്നത്. നിലവിൽ പുറത്തു നിർത്തിയിരിക്കുന്ന അർഹരായ ആളുകളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം, അവരുമായെല്ലാം ചർച്ച നടത്തി അനുഭാവപൂർവ്വം അവരെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നത് മാത്രമല്ല, ഈ കാര്യത്തിൽ ചില സമവാക്യങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ സ്ഥാനാർത്ഥിയെ അവിടെ നിശ്ചയിക്കാൻ പാടുള്ളൂ. പ്രാദേശിക നേതൃത്വത്തിന്റെ വികാരം ഉൾക്കൊള്ളാൻ തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. വിനീത, ശരി.